നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. മോദിക്കോ ദീദിക്കോ ജയം. ബംഗാളിൽ മമതാ ബാനർജിയുടെ സത്യാഗ്രഹം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ പോലീസിനെതിരായ സിബിഐ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ചിട്ടി തട്ടിപ്പ് കേസിൽ ഇടപെട്ടതിന്റെ തെളിവുകൾ സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. മറ്റൊരു കേസിൽ സിബിഐ ജോയിന്റ് ഡയറക്ടർക്ക് കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകി. കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ മമതയ്ക്ക് പിന്തുണയർപ്പിച്ച് ഇന്ന് കൊൽക്കത്തയിലെത്തും. തുടർച്ചയായ രണ്ടാം ദിവസവും മമതാ ബാനർജി രാത്രി ചിലവഴിച്ചത് സത്യാഗ്രഹ പന്തലിലാണ്. RJD നേതാവ് തേജസ്വി യാദവ്, DMK നേതാവ് കനിമൊഴി എന്നിവർ മമതയെ കണ്ട് സമരത്തിന് പിന്തുണയറിയിച്ചു. സംസ്ഥാന പോലീസ് തന്റെ അഭിമാനമാണെന്നും അവർക്ക് വേണ്ടി ജീവൻ നൽകേണ്ടി വന്നാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും മമത പറഞ്ഞു. আমাদের সত্যাগ্রহ হচ্ছে মোদি সরকারের অ্যাট্রসিটিজের বিরুদ্ধে এবং আজকে প্রত্যেকটা ইনস্টিটিউশনকে രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെതിരായ സമരം തുടരാനാണ് തീരുമാനമെങ്കിലും ഇന്നത്തെ കോടതി നടപടികൾ മമതയ്ക്ക് നിർണായകമാകും. സുപ്രീം കോടതിയിലെ സിബിഐയുടെ ആവശ്യങ്ങൾ ഇവയാണ്. ചിട്ടി തട്ടിപ്പ് കേസുകളിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി വേണം. കീഴടങ്ങാനും തെളിവ് നശിപ്പിക്കാതിരിക്കാനും പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് നിർദ്ദേശം നൽകണം. തെളിവുകൾ നശിപ്പിക്കാൻ രാജീവ് കുമാർ ശ്രമിച്ചതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ സത്യവാങ്മൂലം CBI കോടതിയിൽ നൽകിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഹാജരാക്കാൻ CBIക്ക് ഇന്നലെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തെളിവ് ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരെ വേട്ടയാടാനാണ് CBI ശ്രമമെന്ന് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിക്കും. ന്യൂസ് 18 ഡൽഹി. വോട്ടിംഗ് യന്ത്രത്തിന് എതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ 50% VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. വോട്ട് വ്യത്യാസം 5% കുറവെങ്കിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും EVM ഹാക്കിംഗ് വെളിപ്പെടുത്തലിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% VVPAT സ്ലിപ്പുകൾ എണ്ണണം. ജയിച്ച സ്ഥാനാർത്ഥിയും എതിരാളിയും തമ്മിലെ വോട്ടുവ്യത്യാസം 5% കുറവെങ്കിൽ മണ്ഡലത്തിലെ എല്ലാ ബൂത്തിലെയും മുഴുവൻ സ്ലിപ്പുകളും എണ്ണണം. EVMിലെയും VVPAT മെഷീനിലെയും വോട്ടുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ VVPAT സ്ലിപ്പുകളുടെ എണ്ണം അന്തിമമായി പരിഗണിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പാർട്ടികൾ മുന്നോട്ട് വെച്ചു. 50% वोट गिनना चाहिए. जो पेपर ट्रायल है उस पेपर ट्रायल को गिनना चाहिए, उसको डिस्ट्रॉय नहीं करना चाहिए, उसे रखना चाहिए सुरक्षित इलेक्शन कमीशन को. तो आधे जब भी एक कॉन्स्टिट्यूंसी आएगी सामने उसमें 50% जो पोल है उनका काउंट किया जाए EVM मशीन से और 50% वोट को या पोलिंग बूथ को काउंट किया जाए उनके पेपर से, ताकि बाद में टैली करेंगे. 5 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രം പ്രവർത്തിച്ചില്ല. വോട്ടെണ്ണൽ സമയത്ത് യന്ത്രങ്ങൾ തകരാറിലായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓഡിറ്റ് ചെയ്യാൻ വ്യവസ്ഥയില്ല തുടങ്ങിയ കാര്യങ്ങളും പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. 22 പ്രതിപക്ഷ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി ചുമതലയേൽക്കുന്നത് എപ്പോഴെന്നതിൽ തീരുമാനമില്ല. വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ചയാകും. മകളുടെ ചികിത്സയ്ക്കായി വിദേശത്തായിരുന്ന പ്രിയങ്ക ഗാന്ധി ഇന്നലെയാണ് തിരിച്ചെത്തിയത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഫെബ്രുവരി ആദ്യവാരം ചുമതലയേൽക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെത്തിയതിനു പിന്നാലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുമായും സംഘടനകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പ്രിയങ്ക ചർച്ച നടത്തിയിരുന്നു. പ്രിയങ്കയുടെ ചുമതലയേൽക്കൽ, രാഹുലിന്റെയും പ്രിയങ്കയുടെയും കുംഭമേള സന്ദർശനം, UPയിലെ രാഹുലിന്റെ റാലികൾ എന്നിവയിൽ നിന്ന് രാഹുലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. സംസ്ഥാന നേതാക്കൾ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കി പ്രിയങ്കയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 7-ാം തീയതി നടക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെ UP സന്ദർശനത്തിന് മുന്നോടിയായി സേവാദളിന്റെ നേതൃത്വത്തിൽ വമ്പൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. രാവിലെ 10 മണിക്ക് ശ്രീകണ്ഠാപുരത്താണ് ആദ്യ സ്വീകരണം. തുടർന്ന് ഇരിട്ടി, മട്ടന്നൂർ, ധനവണം എന്നീ കേന്ദ്രങ്ങളിലൂടെ വൈകുന്നേരം കണ്ണൂരിലെത്തും. നാളെ ഉച്ചയോടെ യാത്ര വയനാട് ജില്ലയിൽ പ്രവേശിക്കും.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയുള്ള ജനമഹായാത്ര ഈ മാസം 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ശബരിമല ശുദ്ധിക്രിയ സംബന്ധിച്ച തന്ത്രി കണ്ഠരര് രാജീവരുടെ മറുപടി എന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം പരിശോധിക്കും. യുവതീ പ്രവേശനമല്ല, വിഗ്രഹത്തിന്റെ ചൈതന്യം കളങ്കപ്പെട്ടതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത് എന്നായിരുന്നു തന്ത്രിയുടെ വിശദീകരണം. ശബരിമല സന്നിധാനത്ത് യുവതികൾ കയറിയെന്ന വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തന്ത്രി ശുദ്ധിക്രിയ നടത്തിയത്. ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണത്തിൽ ശുദ്ധിക്രിയയ്ക്ക് യുവതീ പ്രവേശവുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നു. വിഗ്രഹത്തിന്റെ ചൈതന്യം കുറഞ്ഞതിനാലാണ് ശുദ്ധിക്രിയ എന്നാണ് തന്ത്രിയുടെ നിലപാട്. തുലാവർഷ ചിത്തിരയാട്ട പൂജകൾ നടക്കുന്ന ഘട്ടത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ദേവചൈതന്യം കളങ്കപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഭക്തരുടെ ദർശനം മുടക്കാതെയായിരുന്നു ശുദ്ധിക്രിയ. നട അടച്ചിട്ടില്ല, ചാരുക മാത്രമാണ് ചെയ്തത്. ക്രിയയ്ക്ക് മുമ്പ് ദേവസ്വം പ്രസിഡന്റിനെ ഫോണിലും എക്സിക്യൂട്ടീവ് ഓഫീസറെ നേരിട്ടും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ശുദ്ധിക്രിയ നടത്തിയ ഘട്ടത്തിലൊന്നും ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല. പൂജാകാര്യങ്ങളിൽ തന്ത്രിയാണ് പരമാധികാരിയെന്നും ദേവസ്വം ബോർഡ് ട്രസ്റ്റി മാത്രമാണെന്നും മറുപടിയിൽ പറയുന്നു. ഈ മറുപടി ഇന്നു ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം പരിശോധിക്കും. തുടർന്ന് ദേവസ്വം കമ്മീഷണർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും നടപടികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതിയിൽ നാളെ നിർണായക നടപടികൾ. രാവിലെ 10:30-ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ ഹർജിക്കാർക്കും സർക്കാരിനു വേണ്ടി കോടതിയിൽ അണിനിരക്കും. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ സുപ്രീംകോടതി ഉറച്ചു നിൽക്കുമോ അതോ വിധി പുനഃപരിശോധിക്കുമോ? വിശ്വാസികളും നിയമരാഷ്ട്രീയ കേന്ദ്രങ്ങളും 4 മാസമായി ആകാംക്ഷയോടെ ആവർത്തിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം നാളെ സുപ്രീംകോടതി നൽകിയേക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. ഡിസംബർ 28-ലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിയും അയ്യപ്പ ഭക്തരും സംഘടനകൾ നൽകിയ 56 ഹർജികളാണ് പരിഗണനയിൽ. മോഹൻ പരാശരൻ, വി ഗിരി, ശ്യാം ദിവാൻ, രാജീവ് ധവാൻ തുടങ്ങി മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിയിൽ വാദത്തിനായി ഹാജരാകും. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനാൽ സുപ്രീംകോടതി വിധി നടപ്പായതായി സർക്കാർ കോടതിയെ അറിയിക്കും. വിവാദമായ 51 പേരുടെ പട്ടിക തിരുത്തി 17 ആക്കിയെങ്കിലും ഇത് സമർപ്പിക്കുമോ എന്ന് വ്യക്തതയില്ല. വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് തുടർവാദത്തിനുള്ള സമയക്രമം കോടതി നിശ്ചയിക്കും. മറിച്ചാണെങ്കിൽ ഹർജികൾ തള്ളും. വിഷയം കൂടുതൽ പരിശോധനയ്ക്കായി 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയെന്നതാണ് കോടതിക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ഭർതൃവീട്ടിൽ പ്രവേശനം ആവശ്യപ്പെട്ട് കനകദുർഗ നൽകിയ ഹർജിയിൽ ഇന്ന് പുലാമന്തൂൾ ഗ്രാമ ന്യായാലയം വിധി പറയും. ഇന്നലെ ഇരു കൂട്ടരുടെയും വാദങ്ങൾ പൂർത്തിയായിരുന്നു. ശബരിമല ദർശനത്തിനു ശേഷം തിരിച്ചെത്തിയ കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ ഭർത്താവോ സഹോദരങ്ങളോ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാനാകില്ലെന്നാണ് ഭർതൃവീട്ടുകാരുടെ വാദം. ശബരിമല ദർശനത്തിന്റെ പേരിൽ അമ്മയെന്ന അവകാശം പോലും ചോദ്യം ചെയ്യുകയാണെന്നും തനിക്കും ഭർത്താവിനും കൌൺസിലിംഗ് നൽകണമെന്നും വീട്ടിൽ പ്രവേശിക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നുമാണ് കനകദുർഗയുടെ ആവശ്യം. ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സർക്കാർ അഭയകേന്ദ്രത്തിലാണ് കനകദുർഗ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന CPM നേതാവ് PK കുഞ്ഞനന്ദന് ശിക്ഷായിളവ് തേടി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കുഞ്ഞനന്ദന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കുഞ്ഞനന്ദന്റെ യഥാർത്ഥ രോഗവിവരം എന്താണെന്ന് വ്യക്തമാക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സയാണ് നൽകേണ്ടത്, പരോളല്ലെന്ന് ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചിരുന്നു. KSRTC ദിവസവരുമാനത്തിൽ വൻ ഇടിവ്. കഴിഞ്ഞ മാസം 8.5 കോടി രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 6 കോടി രൂപയ്ക്കും താഴെയാണ്. ടോമിച്ചെ തച്ചക്കരി MD സ്ഥാനമൊഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷനിലും വൻ കുറവുണ്ടായി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് KSRTCയുടെ വരുമാനം ആദ്യമായി 8.5 കോടി രൂപ കടന്നത്. എന്നാൽ മണ്ഡലകാലം അവസാനിച്ച കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തന്നെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസവും 6 കോടി രൂപയിൽ താഴെയാണ് കളക്ഷൻ. മണ്ഡലകാലത്തിന് ശേഷം ജനുവരി 28-ന് മാത്രമാണ് കളക്ഷൻ 7 കോടി രൂപയിലെത്തിയത്. മണ്ഡലകാലത്തിന് ശേഷമുള്ള ദിവസ വരുമാന കണക്ക് ഇങ്ങനെ.
കഴിഞ്ഞ മാസം 31-നാണ് ടോമിൻ ജെ തച്ചങ്കരി സ്ഥാനമൊഴിയുന്നത്. അതിനുശേഷമുള്ള 3 ദിവസത്തെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടായി. വരുമാനക്കുറവുണ്ടായെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓപ്പറേഷണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സർവീസ് നടത്തിപ്പിലെ അപാകതയാണ് വരുമാനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വരുമാനമുള്ള ഷെഡ്യൂളുകൾ പരമാവധി പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടൊപ്പം നേരത്തെ നൽകിയിട്ടുള്ള ഡിപ്പോ ടാർഗറ്റ് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. റൂട്ടുകൾ ലാഭകരമല്ല എന്ന കാരണത്താൽ പുതുതായി തുടങ്ങിയ KSRTC ചിൽ ബസ്സുകൾ നിരത്തിൽ നിന്ന് ഒഴിയുന്നു. കോഴിക്കോട് നിന്നും സർവീസ് തുടങ്ങിയ പകുതി ബസ്സുകളും ഓട്ടം നിർത്തി. ശീതീകരിച്ച വാഹനത്തിൽ സുഖയാത്ര എന്നതായിരുന്നു KSRTC 6 മാസം മുമ്പ് തുടങ്ങിയ ചിൽ സർവീസിന്റെ സവിശേഷത. എന്നാൽ ഇന്ന് ഈ ബസ്സുകളിൽ പലതും നിരത്തുകളിൽ നിന്നും പിന്മാറി. കോഴിക്കോട് നിന്നും നെടുമ്പാശ്ശേരി വഴി എറണാകുളത്തേക്കുള്ള ബസ്സുകൾ മാത്രമേ ഇപ്പോൾ നിരത്തിലുള്ളൂ. ബാക്കിയുള്ളവ പൂർണ്ണമായും നിരത്തുകൾ വിട്ട സ്ഥിതിയാണ്. കാസർഗോഡ്, പാലക്കാട് റൂട്ടിലുള്ള 8 ബസ്സുകളാണ് ഓട്ടം നിർത്തിയത്. കാസർഗോഡ് സെക്ടർ ലാഭകരമല്ല, ഒരിക്കലും ലാഭകരമായിട്ട് പോകുന്നില്ല. കാരണം ജനങ്ങൾ അതിനെ ആശ്രയിക്കുന്നില്ല. കാരണം അവർക്ക് ടൈം വളരെ വിലപ്പെട്ടതാണ്. പാലക്കാട് നിർത്താനുള്ള പ്രധാന കാരണം ഇതാണ്. റോഡ് കണ്ടീഷൻ വളരെ മോശമാണ്. ലോ ഫ്ലോർ ബസ്സാണ്, ഒരു 1.5 അടി ഹൈറ്റിലെ വണ്ടി പോകുന്നത്. ഇതിനെ ആശ്രയിച്ചിരുന്നു കുറേ പാസഞ്ചേഴ്സ് ശരിക്കും ആശ്രയിച്ചിട്ടുണ്ട്. കാരണം എയർപോർട്ടിൽ പോകാനായിട്ട് അവർക്ക് ആവശ്യമാണ്. പക്ഷേ എയർപോർട്ടിൽ അവർ ആ ടൈമിൽ കൊണ്ട് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഞങ്ങൾ ശരിക്കും ഫീൽ ചെയ്തു. സർവീസ് നിർത്തിയ ബസ്സുകൾ ശബരിമല സീസണിൽ ഉപയോഗപ്പെടുത്തിയെങ്കിലും പിന്നീട് വീണ്ടും കയറ്റിയിട്ടു. കാസർഗോഡ്, പാലക്കാട് റൂട്ടുകൾ ലാഭകരമല്ലെന്നാണ് കോർപ്പറേഷൻ നിലപാട്. കൊച്ചി റൂട്ടിൽ ശരാശരി 25,000 രൂപ വരുമാനം ലഭിക്കുമ്പോൾ മറ്റു 2 റൂട്ടിലും 13,000-ൽ താഴെയായിരുന്നു ശരാശരി വരുമാനം. പാലക്കാട് റൂട്ടിൽ റോഡ് തകർന്നതും സർവീസ് നിർത്തുന്നതിന് കാരണമായി. കാസർഗോഡ് സർവീസ് ചുരുക്കി കണ്ണൂർ വരെ ഓടിക്കാനും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിക്കാനുമാണ് കോർപ്പറേഷൻ ശ്രമം. ന്യൂസ് 18, കോഴിക്കോട്. വിജയ് മല്യയെ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടന്റെ തീരുമാനം. മല്യയെ ഇന്ത്യക്ക് കൈമാറണമെന്ന കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചു. എന്നാൽ വിധിക്കെതിരെ മല്യയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാം. 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ നാടുവിട്ട വിജയ് മല്യയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കണമെന്ന് ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയിരുന്നു. മല്യയുടെ കൈമാറ്റത്തിനായുള്ള നടപടികൾ തുടങ്ങാൻ കോടതി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. ഇതിന്റെ ഭാഗമായാണ് മല്യയെ ഇന്ത്യക്ക് കൈമാറണമെന്ന കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചത്. എന്നാൽ വിധിക്കെതിരെ മല്യയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാനാവും. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചാൽ വിജയ് മല്യയെ ഇന്ത്യയിലെത്തിക്കാൻ ഇനിയും കാലതാമസം നേരിട്ടേക്കാം. വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നായി 9,400 കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക വരുത്തിയ വിജയ് മല്യ 2016 മാർച്ചിലാണ് ബ്രിട്ടനിലേക്ക് കടന്നത്. തുടർന്ന് 2017 ഫെബ്രുവരിയിൽ മല്യയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ബ്രിട്ടനെ സമീപിക്കുകയായിരുന്നു. വിവിധ കേസുകളിലായി മല്യയുടെ 12,400 കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇതിനകം കണ്ടുകെട്ടിയിട്ടുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അബുദാബി സന്ദർശനം ഇന്ന് അവസാനിക്കും. സൈഡ് സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും പൊതുപരിപാടികളിലും മാർപ്പാപ്പ ഇന്ന് പങ്കെടുക്കും. മതത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും ലോക സമാധാനത്തിന് എല്ലാവരും കൈകോർക്കണമെന്നും മാനവ സാഹോദര്യ സംഗമത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1,20,000-ഓളം പേരാണ് സൈഡ് സ്പോർട്സ് സിറ്റിയിൽ മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ആളുകൾക്ക് സ്റ്റേഡിയത്തിന് പുറത്തുള്ള വലിയ സ്ക്രീനിൽ കുർബാന തത്സമയം കാണാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മലയാളത്തിലും പ്രാർത്ഥനകൾ ഉണ്ടാകും. അവശത അനുഭവിക്കുന്ന രോഗികൾക്കായി അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനയും മാർപ്പാപ്പ നടത്തും. ഇന്നലെ നടന്ന മാനവ സാഹോദര്യ സംഗമത്തെ അഭിസംബോധന ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ മതത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ന്യായീകരിക്കാനാവില്ലെന്നും ലോക സമാധാനത്തിനായി എല്ലാവരും കൈകോർക്കണമെന്നും ആവശ്യപ്പെട്ടു. യമനിലെയും സിറിയയിലെയും യുദ്ധാവസ്ഥയെപ്പറ്റി പരാമർശിച്ച മാർപ്പാപ്പ ആയുധ മത്സരം ലോകത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. മറ്റു മതസ്ഥർക്ക് ആരാധന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ UAE സർക്കാരിന് മാർപ്പാപ്പ നന്ദി പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 700-ഓളം മത നേതാക്കളാണ് മാനവ സാഹോദര്യ സംഗമത്തിൽ പങ്കെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമായ വെനസ്വേലയിൽ വിമത നേതാവ് ജോൺ ഗെയ്ഡോ നിലപാട് കടുപ്പിക്കുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ജോൺ ഗെയ്ഡോ പറഞ്ഞു. അതിനിടെ കൂടുതൽ രാജ്യങ്ങൾ നിക്കോളാസ് മദുറോയ്ക്കെതിരെ രംഗത്തെത്തി. വിമത നേതാവ് ജോൺ ഗെയ്ഡോയെ അംഗീകരിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തി. സ്പെയിൻ, ഫ്രാൻസ്, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളാണ്
ഗ്വേദോയെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. US, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ ഗ്വേദോയെ അംഗീകരിച്ചിരുന്നു. ഉടൻ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയോട് ആവശ്യപ്പെട്ടു. മറ്റ് രാജ്യങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി രാജിവെക്കില്ലെന്ന് നിക്കോളാസ് മദുറോ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. മദുറോയ്ക്ക് പിന്തുണയുമായി റഷ്യ രംഗത്തുണ്ട്. വെനസ്വേലയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനുള്ള മറ്റു രാജ്യങ്ങളുടെ ശ്രമം നോക്കി നിൽക്കില്ലെന്നാണ് റഷ്യയുടെ ഭീഷണി. വെനസ്വേലയിലെ ഔദ്യോഗിക പ്രസിഡന്റും സോഷ്യലിസ്റ്റ് നേതാവുമായ നിക്കോളാസ് മദുറോയ്ക്ക് എതിരാണ് തുടക്കം മുതൽ അമേരിക്ക. സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് ജോൺ ഗ്വേദോയ്ക്കാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ. വെനസ്വേലയിൽ സൈനികമായി ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളോടെ വെനസ്വേലയിൽ പ്രവേശിച്ചാൽ ട്രംപിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് നിക്കോളാസ് മദുറോയും പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കീഴാറ്റൂർ ബൈപ്പാസിന് ഭൂമി വിട്ടുനൽകുന്നതിന് ആവശ്യമായ രേഖകൾ വയൽക്കിളിക്ക് സമർപ്പിച്ചു. സമരനായകൻ സുരേഷ് കീഴാറ്റൂരിന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരാണ് ഭൂമിയുടെ രേഖകൾ നൽകിയത്. വിഷയത്തിൽ നിയമപോരാട്ടം തുടരാനാണ് വയൽക്കിളികളുടെ തീരുമാനം. കീഴാറ്റൂർ ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ 3D നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് വയൽക്കിളികൾ ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചത്. ജനുവരി 11 മുതൽ രേഖകൾ സമർപ്പിക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശം. ഭൂമി വിട്ടുനൽകാനുള്ള വയൽക്കിളികളുടെ തീരുമാനത്തെ CPM സ്വാഗതം ചെയ്തു. വയൽക്കിളികളെ സമരത്തിന് പ്രോത്സാഹിപ്പിച്ചവരുടെ കാപട്യം വ്യക്തമായെന്നും പി ജയരാജൻ പ്രതികരിച്ചു. കാപട്യത്തിന്റെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ CPM-ഉം ഇടതുപക്ഷവും നേരത്തെ ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ റോഡുകളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെങ്കിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകൾ വീതി കൂട്ടണം. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്, CPM-ന്റെ മാത്രം ആവശ്യമല്ല. പക്ഷേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് RSS, BJP, തുടക്കത്തിൽ കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, അവരുടെ സംഘടനകൾ, മാവോയിസ്റ്റുകൾ, ഇങ്ങനെ എല്ലാ തീവ്രവാദ ശക്തികളും ഒത്തുചേർന്നുകൊണ്ടാണ് വയൽക്കിളികളെ പ്രോത്സാഹിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ കൈവിട്ട പശ്ചാത്തലത്തിൽ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെന്ന് വയൽക്കിളികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കോടതിയിലെ നിയമപോരാട്ടം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ജൂലൈ 17-നാണ് കീഴാറ്റൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയത്. പിന്നീട് നവംബറിൽ മന്ത്രാലയം ഇത് മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തി. എല്ലാ കർഷകരും ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചതോടെ കീഴാറ്റൂർ ബൈപ്പാസിന് സർക്കാരിന് മുന്നിൽ ഇനി തടസ്സങ്ങളില്ല. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. അതേസമയം കീഴാറ്റൂർ സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന വാർത്ത തെറ്റാണെന്ന് വയൽക്കിളി സമര നേതാവ് സുരേഷ് കീഴാറ്റൂർ. ഇപ്പോൾ നടക്കുന്നത് കുപ്രചരണം. ദേശീയപാത അതോറിറ്റിയുടെ വിജ്ഞാപന പ്രകാരം ഭൂമിയുടെ രേഖകളുടെ പകർപ്പുകളാണ് ഭൂവുടമകൾ കൈമാറിയത്. സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ലെന്നും സുരേഷ് കീഴാറ്റൂർ വ്യക്തമാക്കി. ഈ വയൽ നികത്തുന്നതോടനുബന്ധിച്ച് വരുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ കൃഷിക്കാരും അല്ലാത്തതുമായ ഈ പാരിസ്ഥിതിക ദുരന്തം ഏറ്റുവാങ്ങുന്ന മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഭാഗമായാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. സർക്കാർ ഉത്തരവുണ്ടായിട്ടും തീരദേശ റോഡിനായി സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നിരാഹാര സമരത്തിൽ. സ്ഥലം വിട്ടുനൽകാൻ റിസോർട്ട് ഉടമകൾ തയ്യാറാക്കാത്തതിനാൽ യാത്രാ സൌകര്യമില്ലാതെ 10 വർഷമായി ദുരിതമനുഭവിക്കുകയാണ് നാട്ടുകാർ. ആലപ്പുഴ വാടക്കൽ ഭാഗത്ത് ഈ പാലം നിർമ്മിക്കുന്നത് 2007-ലാണ്. പാത നിർമ്മാണം പൂർത്തിയായാൽ തീരദേശവാസികൾക്ക് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മിനിറ്റുകൾ കൊണ്ട് എത്താൻ കഴിയും. പാലത്തിന്റെ കരയിൽ നിന്നും സ്വകാര്യ റിസോർട്ടിലൂടെ കടന്ന് വെറും 163 മീറ്റർ പിന്നിട്ടാൽ പാത മറുഭാഗമായ മത്സ്യഗന്ധി ജംഗ്ഷനിൽ എത്തും. റോഡിനായി സ്ഥലം വിട്ടു നൽകാൻ സാധാരണക്കാർ മുന്നോട്ട് വന്നപ്പോൾ റിസോർട്ട് ഉടമ മാത്രം തയ്യാറായില്ല. ഏകദേശം 10 വർഷക്കാലമായി റോഡ് പൂർത്തീകരിക്കാനാവാതെ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുകയാണ്. പക്ഷേ ഇതൊരു റിസോർട്ടുകാരന് വേണ്ടി പറഞ്ഞു, ഇത് നേരെ പോകേണ്ടിയ റോഡാണ്. അത് നേരെ ഇവിടെ തെക്കോട്ട് വന്നിട്ട് പിന്നെ കിഴക്കോട്ട് വളഞ്ഞു, വീണ്ടും തെക്കോട്ട് വളഞ്ഞിരിക്കും. അപ്പോൾ അത് എല്ലാ നിയമങ്ങളും ലംഘിച്ചൊരു റിസോർട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ റിസോർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അലൈൻമെന്റിൽ പോലും അതിൽ PWD രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിട്ടുണ്ട്. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ റിസോർട്ടിന്റെ സ്ഥലം ഏറ്റെടുത്ത് പാത നിർമ്മാണം പൂർത്തിയാക്കാനായുള്ള സർക്കാർ ഉത്തരവാണിത്. 2015 പുറപ്പെടുവിച്ച ഉത്തരവിൽ ബാക്കി ഭാഗത്തെ നിർമ്മാണത്തിനായി 43 ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. സമയബന്ധിതമായ ആശുപത്രിയിൽ എത്തിക്കാനാവാതെ തീരദേശത്ത് 3 മരണം കൂടി സംഭവിച്ചതോടെ സ്ത്രീകളും കുട്ടികളുമടക്കം നിരാഹാര സമരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. പാത പൂർത്തിയാകുന്നതുവരെ വഴിതടയലും വോട്ട് ബഹിഷ്കരണവും ഉണ്ടാകും. സ്വകാര്യ റിസോർട്ടിന്റെ തൊട്ട് മുന്നിൽ വരെ എത്തി നിൽക്കുന്ന പാത നിർമ്മാണം പിന്നങ്ങോട്ട് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച്
പൊതുമരാമത്ത് വകുപ്പിന് 10 വർഷമായി തീരദേശ ജനതയ്ക്ക് ഒരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ വാടക്കൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഫ്ലൈ ദുബായിയുടെ ആദ്യ വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങി. ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉണ്ടാകുക. കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന ദുബായ് ആസ്ഥാനമായ ഏക സ്ഥാപനമാണ് ഫ്ലൈ ദുബായ്. കോഴിക്കോട് നിന്ന് UAE-യിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകരിക്കുന്നതാണ് ഫ്ലൈ ദുബായ് സർവീസ്. കോഴിക്കോട് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആഴ്ചയിൽ 3 സർവീസുകൾ നടത്തും. ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും 8 സർവീസുകളാണ് ആഴ്ചയിൽ ഉണ്ടാവുക. We are excited to start a service to Kozhikode and offer an unrivaled travel experience to our passengers in India. ദിവസേനയുള്ള സർവീസുകൾ ഉടൻ തുടങ്ങാനാണ് ഫ്ലൈ ദുബായിയുടെ തീരുമാനം. പുതിയ റൂട്ടിൽ എമിറേറ്റ്സുമായുള്ള കോഡ് ഷെയറിംഗ് വഴി ആഗോള വ്യാപകമായി 216 കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ആന്ധ്രയുടെ നേതാവ് YSR-ആയി മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി സ്ക്രീനിൽ നിറയാൻ ഇനി ദിവസങ്ങൾ ബാക്കി. വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. ചിത്രം പ്രതീക്ഷ പകരുന്നതാണെന്ന് മമ്മൂട്ടി. ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷമങ്ങൾ, വികാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിത്തീരുന്നുള്ളതിന്റെ ഒരു കഥയാണ്. ഈ യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന സംഭവഗതികൾ. വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ന്യൂസ് 18 കൊച്ചി.